വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചിഞ്ചുവിനെ ഓർക്കാൻ പോലും താൻ അർഹനല്ലെന്ന് സണ്ണി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. എങ്കിലും ചില നേരത്ത് വാശിയോടെ ഓർമ്മകൾ ശിരസ് പൊക്കും. അതിങ്ങനെ ഉണർന്നുദിച്ചു നിൽക്കും. അപ്പോഴൊക്കെ വേദനയോടെ എന്നേക്കുമായി ഹൃദയത്തിനടിത്തട്ടിൽ ഒതുക്കി വെക്കും. മനസ്സിൽ വിദ്വേഷമൊന്നും സൂക്ഷിക്കാതെ ചിഞ്ചു തന്നോട് കോണ്ടാക്ട് ഉള്ളതിന് വലിയ കാര്യമാണെന്ന് എപ്പോഴും ആശ്വസിക്കും സണ്ണി. വല്ലപ്പോഴും ഓരോ മെസ്സേജസ്, സുഖവിവരാന്വേഷണം, അല്ലെങ്കിൽ തന്റെ പ്രൊഫഷനെ കുറിച്ച് എന്തെങ്കിലും തിരക്കും. അതവൾ മറക്കാറുമില്ല, മുടക്കാറുമില്ല. അവസാനമായി മെസ്സേജ് ചെയ്തത് അവാർഡ് ഇവർ അറിഞ്ഞപ്പോഴാണ്. ആദ്യം തന്നെ ആശംസകളും പിന്നീട് അതേക്കുറിച്ച് ഒന്നോ രണ്ടോ ചോദ്യങ്ങളും. സണ്ണി വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ചിഞ്ചുവിന്റെ കോണ്ടാക്റ്റിൽ കയറി. ലൈനിലുണ്ടെന്ന് ഓർക്കവേ തന്നെ അടുത്തുനിന്ന് ഹായ് എൽസമോ എന്ന ശരണിന്റെ സംബോധന കേട്ടു. ശരൺ വീഡിയോ കോൾ ചെയ്താണ് ചിഞ്ചുവിന്. സണ്ണി ഒരു നിശ്വാസത്തോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് ശരണിന്റെ ഫോൺ സ്ക്രീനിലേക്ക് നോട്ടം വായിച്ചു. അന്ന് അമ്മച്ചിയുടെ മരണത്തിൽ കണ്ടിൽ പിന്നെ കണ്ടിരുന്നില്ല. സണ്ണി ഒന്നുകൂടെ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു. അന്നത്തെ ആ ക്ഷീണിതയിൽ നിന്ന് അല്പം മാറ്റമുണ്ടെന്ന് തോന്നി സണ്ണിക്ക്. ശരണിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് അവൾ. മുഖത്തും ചിരിയിലും വാക്കുകളിലും മതിയായ സന്തോഷമുണ്ട്. വസുവും ചന്ദനയും ഒരുമിച്ചതിന്റെ ആവാം. സണ്ണി ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ശരൺ ഫോൺ വസുവിന് കൈമാറിയിരുന്നു. മിസ്സിസ് എവിടെ? ഇനി അത് ഞാൻ പ്രത്യേകം ചോദിക്കണോ? ചിഞ്ചു ചോദിക്കുന്നുണ്ട്. ചന്ദന താഴത്തെ നീളം പടികളിൽ ഒന്നിൽ രാധിക കരിയിലായി ഇരിക്കുകയാണ്. വസു ചിഞ്ചുവിനോട് സംസാരിക്കവേ തന്നെ ഫോണുമായി ചന്ദനയ്ക്കടുത്ത് വന്നിരുന്ന് ചന്ദനയെ കാണിച്ചു. പോരല്ലോ, ചിഞ്ചു കുസൃതിയോടെ പറഞ്ഞു. വസു ഉടനെ ചന്ദനയുടെ ചുമലിലൂടെ കൈയിട്ട് അവളോട് ചേർന്നിരുന്നു. ഇപ്പോഴോ? വസു ചിരിയോടെ ചോദിക്കുന്നുണ്ട്. മതി മതി, അല്ലെ തല്ലിട്ടു. സീറ്റ് ഔട്ടാണ് കേട്ടോ, ആന്റിയാണി അടുത്തുണ്ട്. പൊട്ടിച്ചിരിയോടെ ഒരു മറുപടി. ഓടി. വസു ഫോൺ ചന്ദനയ്ക്ക് നൽകി. ചന്ദന കഴിഞ്ഞ് രാധികയും സംസാരിച്ച ശേഷമാണ് ഫോൺ പിന്നീട് ശരണിന് കിട്ടിയത്. ശരൺ സണ്ണിക്ക് നേരെ നീട്ടി. സണ്ണി ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല, കണ്ടുമില്ല, ആരും പറഞ്ഞില്ല. ആദ്യമൊന്നും അടിച്ചിരുന്ന സണ്ണി ചിഞ്ചുവിന്റെ പുഞ്ചിരിയോടെ അതിലേറെ അകൽച്ചയെന്നും കൂടാതെയുള്ള സംസാരത്തിൽ ഫോൺ വായിച്ചു. അല്പനേരം സംസാരം തുടർന്നു. എന്നാ ശരി, നീ വെച്ചേക്ക്. ഇവിടെ ചിലർക്ക് മണിയറ കൂടാനുള്ളതാ. എങ്ങനെയും ഒന്ന് എല്ലാവരും സ്ഥലം വിട്ടേക്കാൻ കാത്തിനിൽപ്പാ. സണ്ണി നീട്ടിപ്പിടിച്ച ഫോൺ വായിച്ചുകൊണ്ട് വസുവിനെയും ചന്ദനെയും നോക്കി ചിരിയോടെ പറഞ്ഞു ശരൺ. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പോയിക്കുക. ഗുഡ് നൈറ്റ് ചന്തു, നാളെ വിളിക്കാം കേട്ടോ. മറുപുറത്ത് കോള് കട്ടായി. മതി പിള്ളേരെ, എല്ലാരും പോയി എണീറ്റ് കിടക്കാൻ നോക്ക്. സമയം എന്തായെന്നാ വിചാരം? അല്ലേര് വരുണിനും ശരണിനൊന്നും ഈ നേരത്തെ കണ്ണുമിഴിയില്ലല്ലോ. ഞാൻ ഏതായാലും കിടക്കാൻ പോവാ. ചന്ദന വായോ, വെള്ളമൊക്കെ എടുത്ത് തന്നേക്കാം. രാധിക ചന്ദനയുമായി അകത്തേക്ക് നടന്നു. ആന്റി, വെള്ളമല്ല, പാല്. ഫസ്റ്റ് നൈറ്റ് തന്നെ വെള്ളത്തിലാക്കല്ലേ, ശരൺ വിളിച്ചു പറഞ്ഞു. സണ്ണിയും വിശ്വനാഥനും ഒതുക്കി ചിരിച്ചു. ഇവനെ കൊണ്ട് വസു നെറ്റിയിലടിച്ചു. അമ്മ കേട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഒന്ന് വീണിനെ പുറത്തേക്ക്. ശരണേട്ട വന്ന എനിക്ക് ആകെ ഒരു സമാധാനവും സന്തോഷമാണ്. ആ ദിവസങ്ങളിൽ മിസ്സിസ് രാധികയുടെ തല്ല് എനിക്ക് കുറഞ്ഞിട്ടും അതൊക്കെ ഏതെങ്കിലും വഴികളിലൂടെ കൃത്യമായിട്ട് ശരണേട്ടം മേടിച്ചു കൂട്ടിക്കോളും. സണ്ണിക്ക് രാവിലെ പോവേണ്ടതല്ലേ, ഉറക്കം കളയണ്ട, ചെന്ന് കിടന്നോ. ഞാനും പോവാ. വാതിലൊക്കെ അടച്ചേച്ചും വാ പിള്ളേരെ. ഗേറ്റ് ലോക്ക് ചെയ്തേക്ക് കേട്ടോ. വിശ്വനാഥന് എണീറ്റു. ആ രണ്ട് ജോലിയും തലയിലാവുമെന്നോർത്ത് ശരണും വരുണും വിശ്വനാഥന് മുന്നേ അകത്തേക്ക് ഓടി. ഇതിനൊക്കെ കൊള്ളു രണ്ടെണ്ണത്തിന്. മുറ്റത്തേക്ക് ഇറങ്ങി ഗേറ്റ് ലോക്ക് ചെയ്യുമ്പോൾ വസു സണ്ണിയോട് പറയുന്നുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു വന്നാലും ചന്ദനയിലേക്ക് ഒരു കടന്നുകയറ്റം വസുവോ വീട്ടുകാരോ ആഗ്രഹിച്ചിരുന്നില്ല. ചന്ദന ഒരു ഭാര്യയും മരുമകളുമാണെന്നതിലുപരി സ്വന്തമായ ഇഷ്ടങ്ങളും നിലപാടുകളുമുള്ള ഒരു വ്യക്തിയായി കണ്ടിരുന്നു അവളെ. പക്ഷേ ചന്ദന പഴയതിൽ നിന്ന് ഒരുപാടൊന്നും വ്യത്യാസപ്പെട്ടിരുന്നില്ല. പറയത്തക്കവണ്ണ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ ചന്ദനയ്ക്ക് ഇന്നുമില്ലായിരുന്നു. താൻ സ്നേഹിക്കുന്നവരുടെ, തനിക്ക് ചുറ്റുമുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിക്കാനായിരുന്നു അവൾക്ക് എന്നും ഇഷ്ടം. ദിവസങ്ങൾ കടക്കവേ ജീവിതത്തിലെ കറുത്തേടുകൾ പൂർണ്ണമായും അവളിൽ നിന്നും മറവിയിലേക്ക് ചേക്കേറിയിരുന്നു. ഒരുപാട് സ്നേഹവും കരുതലും നൽകുന്ന, എന്തിനും ഏതിനും പിന്തുണ നൽകുന്ന, എന്നും എപ്പോഴും സ്വാതന്ത്ര്യവും ധൈര്യവും പകരുന്നവരാണ് ചുറ്റിനുമുള്ളത്. 20 വർഷക്കാലത്തോളം സ്വന്തം വീട്ടിൽ അന്യമായിരുന്നെല്ലാം വസുവിന്റെ വീട്ടിൽ നിന്നും ചന്ദനയ്ക്ക് ലഭിച്ചു തുടങ്ങിയിരുന്നു. അതിലവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. പഴയതിലും മനോബലവും കൈവന്നിരുന്ന അവൾക്ക്. വസു ഓഫീസിൽ പോയാൽ വൈകുന്നേരമാവും തിരിച്ചെത്താൻ. വരുൺ കോളേജിൽ പോകും. വിശ്വനാഥനും കേസുകളും ക്ലയന്റുമായി തിരക്കിലായിരുന്നു. രാധിക വീട്ടുജോലികളിൽ ഏർപ്പെടും. ചന്ദന അല്പസ്വല്പം സഹായങ്ങൾ ചെയ്താൽ മതിയാവും. മുഴുവൻ ജോലിഭാരങ്ങളും ചന്ദനയിലേക്ക് അധിഷ്ഠിതമാക്കുവാൻ രാധിക ആഗ്രഹിച്ചിരുന്നില്ല. വിരസമാവുന്ന പകൽ സമയങ്ങൾ ചന്ദന പരീക്ഷാ പഠനത്തിനായിട്ട് ഉപയോഗിച്ചു പോന്നു. എന്തൊക്കെ തിരക്കുകളുണ്ടെന്നാലും ഞായറാഴ്ച അതൊരു വിധത്തിലും ബാധിക്കാറില്ലായിരുന്നു. അന്നേ ദിവസം വിശ്വനാഥനും വസുവും വരുണും വീട്ടിലുണ്ടാവും. ആ ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് ഔട്ടിംഗ് ആണ്. എല്ലാ അർത്ഥത്തിലും ജീവിതം ഇപ്പോൾ മഴവില്ല് പോലെ വർണ്ണശോഭമാണെന്ന് തോന്നി തുടങ്ങിയിരുന്നു ചന്ദനയ്ക്ക്. അതവളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മാറ്റങ്ങൾ വരുത്തി. വിയർപ്പ് തിങ്ങിയ ചന്ദനയുടെ മാറിൽ തികഞ്ഞ സംതൃപ്തിയോടെ മുഖം ചേർത്ത് കിടക്കുകയായിരുന്നു വസു.
ചന്ദനയുടെ വെളുത്തു മെലിഞ്ഞ വിരലുകൾ വസുവിന്റെ മിനുസമാർന്ന മുടിയിഴകളിൽ അലയുന്നുണ്ട്. ചന്ദന. പ്രണയാർദ്രമായൊരു വിളി. പതിഞ്ഞൊരു മോള്. ചന്ദന. മുഖമുയർത്തി ചന്ദനയുടെ മിഴികളിലേക്ക് ഇറങ്ങിയവൻ. പ്രണയത്താലും നാണത്താലും വിവശയായി അവൾ. മിഴികൾ താനെ കൂമ്പി അടഞ്ഞുപോയി. ഇനി നാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, വസു കുസൃതിയോടെ പറയുന്നുണ്ട്. ആ ചിരിയിൽ ചന്ദന തീർത്തും വിവശയായി. കവിളിണകൾ രക്തവർണമായി. ഭൂമിയെ തണുപ്പിക്കുന്ന ചെറുചാറ്റൽ മഴ പോൽ വസു വീണ്ടും അവളെ നനച്ചു പെയ്തിറങ്ങി. അത്രമേൽ മൃദുലമായി. അണിവയറിൽ അവശേഷിച്ച് കിടക്കുന്ന പാടുകൾ അവൻ പ്രണയത്താൽ മായ്ച്ചു കളഞ്ഞു. തളർന്നു പോയവളെ തന്റെ നെഞ്ചിലേക്ക് ചായ്ച്ചു കിടത്തുമ്പോൾ അവന്റെ ചുണ്ടുകൾ വീണ്ടും മൂളുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു. 17 ചന്ദന 2 PSCകൾ എഴുതി. ഡിഗ്രി അവസാന വർഷ പരീക്ഷകൾ എഴുതിയെടുത്തു. PG കൂടെ ചെയ്യുമെന്നായിരുന്നു വസുവിന്റെ അഭിപ്രായം. വിശ്വനാഥന് രാധിക്കും അത് തന്നെ അഭിപ്രായപ്പെട്ടു. വരും ഡിഗ്രി കഴിഞ്ഞ് നിൽപ്പാണ്. ഈ വർഷം PGക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചന്ദനയ്ക്ക് നോക്കാമെന്നാണ് വസു പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായത്തോട് താല്പര്യപ്പെട്ട് ചന്ദന അതുമായി മുന്നോട്ട് നീങ്ങി. ഒരധ്യാപികയാകണമെന്നാണ് ആഗ്രഹമെന്ന് ആദ്യമായി ഒരിക്കൽ ചന്ദന പറഞ്ഞത് വസു എപ്പോഴും ഓർക്കുമായിരുന്നു. അതവൾ സഫലീകരിക്കണമെന്ന് മറ്റാരെക്കാളും കൂടുതലായി അവൻ മോഹിച്ചു. എന്നും എപ്പോഴും അതിന് കൂട്ടായി കരുത്തായി ചന്ദനയെ മുന്നോട്ട് നയിക്കേണ്ടത് താനാണെന്ന തികഞ്ഞ ബോധ്യത്തോടെ ഓരോ നിമിഷം അവളുടെ മനസ്സിൽ ആ സ്വപ്നത്തെ പഴയതിലും ശക്തിയായി നിറച്ചുകൊണ്ടിരുന്നു അവൻ. ശരൺ ഇടയ്ക്കൊക്കെ നാട്ടിൽ വന്നു പോയിരുന്നു. സണ്ണി തന്റെ ജീവനും ജീവിതവുമെല്ലാം തീർത്തു ആതുര സേവനത്തിനായി മാറ്റിവെച്ചിരുന്നു. സണ്ണിയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് പ്രയത്നിച്ച് നേടിയെടുത്താണ് ഡോക്ടർ പട്ടം. +2 കഴിഞ്ഞ് വസു എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തപ്പോഴും സണ്ണി മെഡിസിൻ എന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ജോലി കയറിയ അന്ന് മുതൽ ഒരു ഡോക്ടറുടെ കർമ്മവും ധർമ്മവും എന്താണെന്ന പൂർണ്ണ ബോധത്തോടെ ഉത്തരവാദിത്തോടെ മാത്രമാണ് ഓരോ പേഷ്യൻസിനോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. എന്നിരുന്നാലും ആ തിരക്കിനിടയിലും എപ്പോഴും ഒരുപടി സ്ഥാനക്കൂടുതൽ കുടുംബത്തിന് നൽകിയിരുന്നു. എന്നിട്ടും അത് മുന്നോട്ട് നയിക്കുന്നതിൽ നിലനിർത്തി പോകുന്നതിൽ താൻ പരാജയപ്പെട്ടുപോയി. കൂടെപ്പിറപ്പുകൾ തമ്മിൽ എത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും അവിടെയും സ്വാർത്ഥത ഇടം പിടിക്കുമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ സ്വന്തം ആഗ്രഹം നേടാൻ സാന്ദ്ര എത്രയോ നാളുകൾ തന്നോട് പിണങ്ങിയും അകന്നു നിന്നത്. അവളോടുള്ള അമിതമായ സ്നേഹത്താൽ താനും സ്വാർത്ഥനായി. ഇന്ന് തനിക്ക് ചുറ്റും ആ ബന്ധങ്ങളുടെ കുരുക്കില്ല, ഒറ്റക്കാണ് താൻ. എങ്കിലും ആ ദിനങ്ങളിൽ താൻ ഇതിലേറെ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു എന്നോർത്തു സണ്ണി. സാന്ദ്രയ്ക്ക് വേണ്ടി അമ്മച്ചിയോ അപ്പച്ചനും തന്നോട് വിദ്വേഷവും അകലവും കാണിച്ചിരുന്നു. ഇന്ന് ജീവിക്കണമെന്ന തോന്നലുണ്ട്, മടുപ്പ് തോന്നാറില്ല. ഓരോ ദിനങ്ങളും കൂടുതൽ സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത്. ജീവിക്കാൻ തോന്നിക്കുന്ന ഒട്ടേറെ ഘടകം ഇന്ന് തനിക്ക് ചുറ്റുമുണ്ട്. എബ്രഹാം സാർ പറഞ്ഞ എത്ര വലിയ സത്യമാണ്. കുടുംബമോ ബന്ധമോ വിവാഹമോ കുട്ടികളോ അങ്ങനെ ഒന്നും തന്നെയല്ല ജീവിതത്തിന്റെ ലക്ഷ്യവും അവസാനവും. അർത്ഥവത്തായ ജീവിതത്തിന്റെ മാനദണ്ഡവും സന്തോഷത്തിന്റെ അളവ് പോലും അതൊന്നിനെയും ആശ്രയിച്ചിരിക്കുന്നില്ല. മനസ്സിന് സന്തോഷം പകരുന്ന എന്താണോ അതിൽ വ്യാപൃതമാവുന്ന നിമിഷങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് തനിക്കതിന് സാധിക്കുന്നുണ്ട്. മറ്റൊരു ചിന്തകളും മനസ്സിനെ അലട്ടാറില്ല. കരയുന്ന കണ്ണുകളൊപ്പി തളരുന്ന കൈകൾക്ക് താങ്ങായി വേദനിക്കുന്ന മനസ്സിന് സാന്ത്വനമായി തന്നെ തേടി വരുന്ന ഓരോരുത്തരെയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ വിധം സന്തോഷിപ്പിക്കാൻ തനിക്ക് കഴിയുന്നുണ്ട്. അവരുടെ എത്രയെത്ര പ്രാർത്ഥനകളിലാണ് ഇന്ന് താൻ ഇടം നേടുന്നത്. അതൊന്നു മാത്രം മതിയാവും ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ. തണുത്ത ആശ്വാസം നിറഞ്ഞ ഹൃദയത്തോടെ സണ്ണി തന്റെ ചെയറിലൊന്നുകൂടെ നിവർന്നിരുന്നു. ഇതെങ്ങോട്ടാ? വസു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ചന്ദന സെറ്റും മുണ്ടും ധരിച്ച് നിലക്കണ്ണാടിക്ക് മുമ്പിലാണ്. അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ട്. തലയിലെ തോർത്തഴിച്ചെടുത്ത് മുടിത്തുമ്പിലെ ഈറം കളഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ്. ഇവിടെ വന്നിൽ പിന്നെ അമ്പലം കാര്യങ്ങളൊന്നും ശരിക്കും നടക്കുന്നില്ലല്ലേ? കടുത്ത ദേവീ ഭക്തയല്ലേ? നിരാശരാക്കണ്ട, വേഗം ചെല്ല്. വസു ആങ്കറിൽ നിന്നൊരു ടവലെടുത്ത് തല തോർത്തുന്നതിനൊപ്പം ചിരിക്കുന്നുണ്ട്. കളിയാക്കരുത് കേട്ടോ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല. മുടിയോതി കുളിപ്പിന്നലിടുന്നതിനിടയിൽ അവൾ ചെരിഞ്ഞ് വസുവിനെ നോക്കി. എന്റെ ഭാര്യ, നീ ഇപ്പോഴാ പഴയ ചന്ദന തന്നെയാ, ആ സാധു പെണ്ണ്. ചന്ദനയുടെ പുറകിലൂടെ ചെന്ന് വട്ടം പിടിച്ച് കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്ത് വസു. ചന്ദനയൊന്ന് പൊളഞ്ഞു. വേണ്ടാട്ടോ, അമ്മ ഇപ്പൊ ഒരുങ്ങി നിൽക്കാവൂ. ചിരിയോടെ വസുവിന്റെ കൈകൾക്ക് മീതെ കൈകൾ ചേർത്ത് പിടിച്ചു ചന്ദന. ഉള്ളിലെ ദേവീ ഭക്തം ഉണരുന്നുണ്ട്, ഞാനായിട്ട് മുടക്കുന്നില്ല, പോയി വാട്ടോ. അവളുടെ തുടുത്ത കവളിൽ ചുണ്ടുകൾ ചേർത്ത് അകന്നു മാറിയവൻ. ചിഞ്ചുവിന്റെ വിഷയത്തിൽ സണ്ണി എന്നും മനസ്സിലൊരു നോവായി അവശേഷിക്കുന്നതിനാൽ പിന്നീട് ഒരിക്കലും ശരണോ ശരണിനു വേണ്ടി മറ്റാരുമോ ചിഞ്ചുവിനോട് ആവിധം സമീപിച്ചിരുന്നില്ല. ചിഞ്ചുവിന്റെ മനസ്സിൽ അന്നും ഇന്നും തനിക്കൊരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ വസുവിനെ പോലൊരു സഹോദരന്റെ സ്ഥാനമാണെന്ന് ശരണിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതെന്നും അതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ശരണിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവളോടുള്ള പ്രണയം, പ്രതീക്ഷ, കാത്തിരിപ്പ്, ഇതൊക്കെയും ചിഞ്ചുവിനെ വേദനിപ്പിക്കുന്ന ഘടകങ്ങളായതിനാൽ ശരൺ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചിരുന്നു.
ദിനങ്ങൾ പോകവേ അവൻ മനസ്സിനെ പാകപ്പെടുത്തി. ഒരിക്കലും താൻ മൂലം തന്റെ പേരിൽ ചിഞ്ചുവിന് യാതൊരുവിധ വേദനകൾ ഉണ്ടാവരുതെന്നത് ശരണിന് നിർബന്ധമായിരുന്നു. എന്നും എപ്പോഴും അവൾ സന്തോഷവതിയായിരിക്കാൻ മാത്രം ആഗ്രഹിച്ചു അവൻ. സൗഹൃദത്തോളം വലിപ്പമോ മേന്മയോ ഒന്നുമില്ല പ്രണയത്തിനെന്ന് തോന്നിപ്പോവും ചിലപ്പോൾ. ആ വിധമൊരു സൗഹൃദ ബലത്തിലായിരുന്നു അവർ 5 പേരും. മുന്നേ പ്രണയം തോന്നിയപ്പോഴും പറഞ്ഞപ്പോഴും അത് സ്വപ്നം കണ്ട് നടന്നപ്പോൾ പോലും ഇത്രമേലൊരടുപ്പവും ബന്ധവും ചിഞ്ചുവിനോട് തനിക്കും ചിഞ്ചുവിന് തന്നോടും ഉണ്ടായിരുന്നില്ലെന്നോർത്ത് ശരൺ. ഓർമ്മിക്കാൻ ഏറെ ഇഷ്ടമുള്ള, ഓർമ്മിക്കുന്ന ആ നിമിഷങ്ങളിലെല്ലാം സുഖമുള്ളൊരു നോവ് നൽകുന്ന ഒന്നായി അവൻ ആ പ്രണയം തൻ്റെ ഹൃദയത്തിന് അടിത്തട്ടിൽ സൂക്ഷിച്ചു വെച്ചു. അടുത്തൊരു ജന്മത്തിൽ തന്നിലേക്ക് വന്ന് ചേരാനായി, തനിക്ക് നേടാനായി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ചിഞ്ചു പിന്നീട് നാട്ടിലേക്ക് വരുന്നത്. അമേരിക്കയിലെ ഉന്നത ചികിത്സ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നു. ശരീരത്തെ കാർന്നു നിന്ന ക്യാൻസർ കോശങ്ങളോട് പൊരുതി ആരോഗ്യം വീണ്ടെടുത്തിരുന്നവൾ. മുടിയിഴകൾ പഴയതിലും വളർന്നു. തളർന്നുപോയ മനസ്സിനും ശരീരത്തിനും ഇപ്പോൾ പ്രസരിപ്പും കരുത്തും മാത്രം. ജീവിക്കാനൊരാഗ്രഹം തോന്നുന്ന പോലെ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്തതുപോലെ. ആ വിധമൊരു സന്തോഷ വലയമാണ് ഇന്ന് അവൾക്ക് ചുറ്റും. എങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ആ മാരകമായ കോശങ്ങൾ തല പൊക്കിയേക്കുമോ എന്നൊരാശങ്ക എബ്രഹാമിനും ഉണ്ടായിരുന്നു. അസുഖം തീർത്തും മാറുന്ന കേസസ് അപൂർവമാണ്. പക്ഷേ ചിഞ്ചു ഒരു വിധത്തിൽ തന്റെ മനസ്സിനെ അങ്ങനെ ഒരു ചിന്തയിൽ കുരുക്കി നിർത്തിയില്ല. അത് മുന്നിലേക്കുള്ള ദിവസങ്ങളുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തിയേക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ജീവിക്കുന്ന ഓരോ നിമിഷവും വേദനകളും വിഷമങ്ങളും ആദികളുമില്ലാതെ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. കോട്ടയത്താണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് എത്തിച്ചേർന്നത്. സന്തോഷ വാർത്തകൾ 2 ചന്ദന ഡെലിവറി കഴിഞ്ഞ് കിടപ്പാണ്. പെൺകുഞ്ഞാണ്. നാളെയാണ് നൂലുകെട്ടും പേരിടലും. 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോൽ ചടങ്ങിന് ചിഞ്ചു ഇല്ലെന്ന് പറഞ്ഞ് പരിഭവിച്ച ചന്തുവിന് ചിഞ്ചു വാക്ക് നൽകിയതാണ്. ഇനി അടുത്ത ചടങ്ങിന് താനായിരിക്കും ആരെക്കാളും മുന്നിൽ ഉണ്ടായിരിക്കുക എന്ന്. പ്രസവം കഴിഞ്ഞ് ചന്ദനയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പാർവതിക്കും തിലകരാമന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള വസുവിന്റെയും വീട്ടുകാരുടെയും പ്രതീക്ഷ നിറഞ്ഞ ചോദ്യത്തിന് മുമ്പിൽ എതിർപ്പ് പറയാൻ തിലകരാമന് സാധിച്ചില്ല. ഒപ്പം ചന്ദനയുടെ സന്തോഷവും കണക്കിലെടുത്തു. അവൾക്ക് അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു താല്പര്യം. കൂടുതലും വസുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യുന്നതായിരുന്നു കാരണം. 7ാം മാസത്തിൽ ചന്ദനയെ കൂട്ടിക്കൊണ്ടുവന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടിയത് വസുവാണ്. ചന്ദനയെ കാണാതെ വയ്യെന്ന് പറഞ്ഞ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വന്ന് പോകുമായിരുന്നു അവൻ. ശരണിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നതാണ് 2ാമത്തെ സന്തോഷ വാർത്ത. ശരത്തിന്റെ വൈഫ് സരികയുടെ കസിൻ ശ്രേയയാണ് പെൺകുട്ടി. വരുന്ന മാസം 2-നാണ് നിശ്ചയം. 1 വർഷം കഴിഞ്ഞാണ് വിവാഹം. ശ്രേയ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുകയാണ്. ഓരോ വിവരങ്ങളും ശരണോ അല്ലെങ്കിൽ വസുവോ അവർ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. സ്റ്റെല്ലയുടെ ബ്രദറിന്റെ ഹൗസ് വാമിംഗ് ആണ് നാളെ. ഏണസ്റ്റും സ്റ്റെല്ലയും കുട്ടികളും പോകാൻ തയ്യാറെടുക്കുകയാണ്. വൈകുന്നേരത്തോടെ ചിഞ്ചു എബ്രാമും ചന്തുവിന്റെ വീട്ടിലെത്തി. നാളെ ഹൗസ് വാമിംഗ് ഉള്ളതിനാൽ എബ്രാമിന് ഇന്ന് തന്നെ മടങ്ങണം. അതിനു മുന്നോടിയായി വസുവിന്റെ വീട്ടിലൊന്ന് കയറി ചന്ദനെയും കുഞ്ഞിനെയും കാണണം. ചിഞ്ചു നാളെ പാർവതിക്കും തിലഗ്രാമനും ചൈതന്യക്കും ഒപ്പം പോകാനാണ് തീരുമാനം. ഇനി കുറച്ച് നാളുകൾ പാർവമ്മയ്ക്കൊപ്പമാണെന്ന് കോട്ടയത്ത് നിന്ന് ഇറങ്ങുമ്പോഴേ ചിഞ്ചു എബ്രാമിനോട് പറഞ്ഞിരുന്നു. പാർവതി അത്യധികം സ്നേഹത്തോടെ വാത്സല്യത്തോടെ കണ്ണീരോടെ ചിഞ്ചുവിനെ ചേർത്ത് പിടിച്ച് ചുംബനങ്ങൾ നൽകി. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചിഞ്ചുവിനെ ഓർത്ത് അവരെത്രത്തോളം വേദനിച്ചിരുന്നെന്ന് ആ ചുടുകണ്ണീര് പറയുകയുണ്ടായി. തിലഗ്രാമന് നിറഞ്ഞ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അതിന് സാക്ഷിയായ എബ്രഹാമിന്റെ കണ്ണുകളും നനഞ്ഞു. ചേച്ചി, പുറകിൽ നിന്ന് പതിഞ്ഞൊരു വിളി കേട്ട് ചിഞ്ചു തിരിഞ്ഞു. ചൈതന്യയാണ്. ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ്. അവളിപ്പോൾ B.Pharm 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അവളെ കണ്ട ചിഞ്ചുവിന്റെ മിഴികൾ ഒരു മാത്രം വിടർന്നു. ഒത്ത ഉയരവും വണ്ണവും വെച്ചു. വലിയ പെണ്ണായിരിക്കുന്നു. അതേ തോതിലുള്ളിൽ സങ്കടവും നിറഞ്ഞു. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ചേച്ചി എന്നൊരു വിളി. ചേച്ചി, ഈ പ്രാവശ്യം കരച്ചിലോടെയാണ് ചൈതന്യ വിളിച്ചത്. ഞാൻ ഭയന്നു പോയിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ചന്തു ചേച്ചിയുടെ ജീവിതം അങ്ങനെയൊക്കെയായി തീർന്നിട്ടുള്ള ദേഷ്യമായിരുന്നു എനിക്ക് ചേച്ചിയോട്. അല്ലാതെ ഞാൻ വെറുത്തിട്ടില്ല. ഇനിയും ചന്തു ചേച്ചി വേദനിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അന്ന് നിഖിലേട്ടൻ ചെയ്തൊക്കെ എൻ്റെ ആ കുഞ്ഞു മനസ്സിനെ വലുതായി മുറിവേൽപ്പിച്ചിരുന്നു. ആ ഈർഷ്യയ്ക്കാ ഞാൻ ചേച്ചിയോട് കാണിച്ച്. തിരിച്ചു വന്നല്ലോ. ചൈതന്യ കരയുകയാണ്. സ്വരം വിറക്കുകയും വാക്കുകൾ ചിതറുന്നുമുണ്ട്. സാരമില്ല, ഒക്കെ കഴിഞ്ഞു പോയില്ലേ. ചിഞ്ചു സ്നേഹത്തോടെ ചൈതന്യൊന്ന് തഴുകി. എല്ലാവരും എന്നോട് എന്നും വഴക്കായിരുന്നു. ഞാൻ ചിഞ്ചു ചേച്ചിയോട് മിണ്ടില്ല എന്നും പറഞ്ഞു. മിണ്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലെ ദേഷ്യവും അകൽച്ചയും സൂക്ഷിച്ചാണെന്ന്. ചന്തു ചേച്ചിക്ക് അത് വലിയ വിഷമമായിരുന്നു. അപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞ് ചിഞ്ചു ചേച്ചി വേദനിക്കുമ്പോഴാണ് സത്യത്തിൽ ചന്തു ചേച്ചി വിഷമിക്കുന്നതെന്ന്. സോറി ചേച്ചി. ചൈതന്യം വിരുമ്പിക്കൊണ്ട് ചിഞ്ചുവിനെ വട്ടം പിടിച്ചു. അവൾക്ക് ആശ്വാസം എന്ന പോൽ ചിഞ്ചു അവളെ ചേർത്തു പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.